നമ്മൾ വിദ്യാലയങ്ങൾ തുറക്കുന്നതിന് മുമ്പുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് ചർച്ച ചെയ്തിട്ട് മുന്നോട്ട് പോകാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ മുന്നോട്ട് പോക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യോഗങ്ങൾ. യോഗങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. യോഗങ്ങളെ രണ്ട് തരത്തിൽ വേണം നമ്മൾ കാണാൻ. നിരന്തര യോഗങ്ങൾ ചേരലും അതേപോലെ യോഗത്തിൽ തീരുമാനിച്ച കാര്യങ്ങൾ നടക്കാതിരിക്കലും, ഇത് രണ്ടും പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് വിദ്യാലയത്തിൽ. നമ്മൾ നിരന്തര യോഗങ്ങളാണ് ഏതൊരു പ്രവർത്തനത്തെയും മികച്ചതാക്കി മാറ്റുന്നത്. അതേപോലെ തന്നെ സ്വാഭാവികമായിട്ടും യോഗങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാത്തതിന്റെ പ്രശ്നങ്ങൾ പലപ്പോഴും നമ്മൾ നേരിടാറുണ്ട്. നമ്മളൊരു യോഗം നടത്തുമ്പോൾ, നിലവിൽ ഇപ്പോഴത്തെ ഈ സമയത്ത് നമ്മളൊരു യോഗം നടത്തുമ്പോൾ എന്തൊക്കെ അജണ്ടകളാണ് നമ്മളതിൽ എടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മളൊന്ന് ചർച്ച ചെയ്തു പോകുന്നത്. ആദ്യ യോഗം നടത്തേണ്ടത് അധ്യാപകരുടെ യോഗമാണ്. സ്റ്റാഫ് മീറ്റിംഗ് ആണ് ആദ്യം നടത്തേണ്ടത്. SRG എന്നുള്ള നിലക്കല്ല പറയുന്നത്. ഒരു സ്റ്റാഫ് മീറ്റിംഗ് എന്ത് ചെയ്യണം, നമ്മൾ നടത്തണം. ആ സ്റ്റാഫ് മീറ്റിംഗിന്റെ ഭാഗമായിട്ട് പ്രധാനാധ്യാപകന്റെ അധ്യക്ഷതയിൽ യോഗം ചേരുകയും യോഗം ചേർന്ന് ആ ഒരു വർഷം വിദ്യാലയത്തിൽ നടന്ന പ്രവർത്തനങ്ങളുടെ എല്ലാ മേഖലകളും എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടോ ആ പ്രവർത്തനങ്ങളെല്ലാം വിലയിരുത്തുകയും അതിന്റെ ഭാഗമായിട്ടുണ്ടായ നേട്ടങ്ങളെയും കോട്ടങ്ങളെയും ലിസ്റ്റ് ചെയ്യുകയും വേണം. അതേപോലെ തന്നെ കുട്ടികളുടെ ഹാജർ, പല കുട്ടികളും പലപ്പോഴും മിസ്സാവാറുണ്ട്. നിരന്തരം വരാതിരിക്കുക, ചില സമയങ്ങളിൽ തുടർച്ചയായ ലീവുകൾ, അങ്ങനത്തെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഹാജർ നില പരിശോധിക്കേണ്ടത് ഈ യോഗത്തിൽ ഒരു പ്രധാനപ്പെട്ട അജണ്ട ആയിട്ട് എടുക്കേണ്ടതുണ്ട്. പിന്നെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുണ്ട്. പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ പഠനത്തിൽ മാത്രമല്ല മറ്റു കാര്യങ്ങളിലും എല്ലാം പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുണ്ടാവും. നമ്മൾ അടുത്ത വർഷം ഒരു കൈത്താങ്ങ് കൊടുക്കേണ്ട വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികളെ കുറിച്ച് മറ്റ് അധ്യാപകർക്ക് കൂടി ധാരണ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചർച്ചകൾ നമ്മളൊരു അജണ്ടയാക്കിയിട്ട് ചെയ്യേണ്ടതുണ്ട്. പാഠപുസ്തകം മാറിയുമായി ബന്ധപ്പെട്ടിട്ട് ചില ക്ലാസ്സുകളിൽ ചില പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ടാവും. ചിലപ്പോൾ ചില ഗുണകരമായ മാറ്റങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നിലവിൽ പാഠപുസ്തകം മാറിയ ക്ലാസ്സുകളിലെ സ്ഥിതി വിവരങ്ങൾ ആ യോഗത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ ക്ലാസ് റൂമിലെ അടിസ്ഥാന സൗകര്യങ്ങൾ, പല ക്ലാസ് റൂമുകളും സ്മാർട്ട് ആണെങ്കിൽ പോലും ചില ക്ലാസ് റൂമിൽ ഇപ്പോഴും സ്മാർട്ട് സൗകര്യങ്ങൾ ഇല്ലാത്തത് നമുക്കുണ്ട്. അവയെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും അതേപോലെ തന്നെ ആധുനിക കാല വിദ്യാഭ്യാസ പഠന രീതികളെ ആ ക്ലാസ്സിൽ ഉപയോഗപ്പെടുത്താൻ എന്തെല്ലാം തരത്തിലുള്ള സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കേണ്ടതുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ചർച്ച ചെയ്ത് പോകേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ പരീക്ഷ കഴിഞ്ഞുമായി ബന്ധപ്പെട്ടിട്ട് ആ ക്ലാസ്സിലെ പൊതുവായ അവസ്ഥ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ നമ്മൾ ഈ ചർച്ചയിൽ ഈ ഒരു അധ്യാപകരുടെ യോഗത്തിൽ പരസ്പരം പങ്കുവെക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ആ വർഷത്തെ PTA കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വിലയിരുത്തലുകളും ഈ സ്റ്റാഫ് യോഗത്തിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ നടത്തേണ്ടതുണ്ട്. ഈ സ്റ്റാഫ് യോഗത്തിന് ശേഷം നമ്മൾ ചേരേണ്ടതാണ് PTA എക്സിക്യൂട്ടീവ് യോഗം. PTA എക്സിക്യൂട്ടീവ് യോഗത്തിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ അജണ്ടകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ നിഗമനങ്ങളെ എന്ത് ചെയ്യണം, ഒരു റിപ്പോർട്ടായിട്ട് നമ്മൾ PTA എക്സിക്യൂട്ടീവ് യോഗത്തിൽ അവതരിപ്പിക്കുകയും ആ PTA എക്സിക്യൂട്ടീവ് യോഗത്തിൽ അവതരിപ്പിച്ച കാര്യങ്ങൾ അവിടെ ചർച്ചയ്ക്ക് വെക്കുമ്പോൾ അതിൽ നമ്മുടെ ഉച്ചഭക്ഷണം, യൂണിഫോം, അതേപോലെ സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യം, വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ എന്നിവയെ കുറിച്ചിട്ട് വിശാലമായ ഒരു ചർച്ച തന്നെ നടത്തേണ്ടതുണ്ട്. രാവിലെ ഒരു 10 to 1 മണി വരെ അധ്യാപകരുടെ യോഗമാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ 4-4:30 വരെയെങ്കിലും നീണ്ടു നിൽക്കുന്ന വിശദമായ ഒരു PTA എക്സിക്യൂട്ടീവ് യോഗങ്ങളാണ് നമ്മൾ ചേരേണ്ടത്. അങ്ങനെ ഈ PTA എക്സിക്യൂട്ടീവ് യോഗം കൂടി ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും പല വിമർശനങ്ങളും ഉണ്ടാവും. വിമർശനങ്ങളെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകമാണ്, പ്രത്യേകിച്ച് നമ്മൾ അധ്യാപകർ. ഈ വിമർശനങ്ങളെ നമ്മൾ വ്യക്തിപരമായിട്ട് കാണരുത്, വിഷയാധിഷ്ഠിത വിമർശനങ്ങളായിരിക്കണം നമ്മളിതിനെ കാണേണ്ടത്. ആ വിഷയത്തെ കുറിച്ചിട്ടുള്ള അതിന്റെ നമ്മുടെ ഭാഗങ്ങളും ന്യൂനതകളും പോരായ്മകളും പരസ്പരം ചർച്ച ചെയ്ത് കൂട്ടായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ പ്രശ്നപരിഹരണം കാണേണ്ടതുണ്ട്. ഈ PTA എക്സിക്യൂട്ടീവ് യോഗത്തിൽ അക്കാദമികമായ പ്രവർത്തനങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അധ്യാപകരെ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും ആ പ്രവർത്തനങ്ങളെ വിലയിരുത്തുക. സ്വാഭാവികമായിട്ടും നമുക്കത് കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം. അതേപോലെ തന്നെ PTA ഭാഗത്തേക്ക് അധ്യാപകർ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അധ്യാപകർ ചെയ്യേണ്ട അല്ലെങ്കിൽ PTA അധ്യാപകർക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട, വിദ്യാലയത്തിന് ചെയ്തു കൊടുക്കേണ്ട ചില കാര്യങ്ങളിലെ പോരായ്മ പറയുമ്പോൾ അതും ആ രീതിയിൽ കാണണം. ഇതിനെ വ്യക്തിയാധിഷ്ഠിതമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, കാണാൻ പാടില്ല. ഈ പ്രധാനമായിട്ടും നമ്മുടെ കുട്ടികളിൽ LP തലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അക്കാദമികമായ പ്രവർത്തനങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ടെങ്കിൽ പോലും ഈ കലാകായിക മേഖലയിലുള്ള പ്രവർത്തനങ്ങളിൽ പലപ്പോഴും ചെറിയ പോരായ്മകൾ പല വിദ്യാലയങ്ങളിലും കാണാറുണ്ട്. അതിന് മുന്നോട്ട് കൊണ്ടുവരാനുള്ള കാര്യങ്ങളെ നമുക്കൊരു അജണ്ട ആക്കിയിട്ട് എടുക്കാൻ പറ്റും. നമ്മുടെ വിദ്യാലയത്തിൽ സ്വതന്ത്രമായ ഒരുപാട് പദ്ധതികൾ ഉണ്ടാവും. ആ പദ്ധതികളുടെ നിലവിലുള്ള അവസ്ഥകളെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അജണ്ട ആക്കി എടുക്കാൻ പറ്റും. അതേപോലെ ഇനി വരും കാലങ്ങളിൽ ഏത് രീതിയിലുള്ള ഒരു തനത് പദ്ധതിയാണ് നമ്മൾ ആവിഷ്കരിക്കേണ്ടത്, പുതിയ നൂതനമായ എന്തെങ്കിലും ഒരു പ്രവർത്തനം നമ്മുടെ വിദ്യാലയത്തിൽ ഏറ്റെടുത്ത് നടക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഈ 2 ചർച്ചകൾക്കും ശേഷം വേണം നമ്മൾ പൊതുവായൊരു യോഗം വിളിക്കാം. പൊതുവായ യോഗത്തിൽ എല്ലാ രക്ഷിതാക്കളെയും അധ്യാപകരെയും ജനപ്രതിനിധികളെയും പ്രദേശത്തെ വിദ്യാലയവുമായി സഹകരിക്കുന്ന ആളുകളെല്ലാം ഉൾച്ചേർത്തിട്ട് ഈ 2 യോഗങ്ങളിൽ നിന്നും ഉൾക്കൊണ്ട
അല്ലെങ്കിൽ നമ്മൾ ഈ 2 യോഗങ്ങളിൽ നിന്നും രൂപപ്പെടുത്തിയ ആ നിഗമനത്തെയാണ് നമ്മൾ ഇവിടെ അവതരിപ്പിക്കേണ്ടത്. പൊതുയോഗത്തിൽ അവതരിപ്പിക്കേണ്ടത് പൊതുയോഗത്തിൽ സ്വതന്ത്രമായി വിമർശനങ്ങൾ ഉന്നയിക്കാനും അഭിനന്ദനങ്ങൾ അറിയിക്കാനുമുള്ള അവസരങ്ങൾ ഉണ്ടാവണം. അവരെ സ്വതന്ത്രമായി ചർച്ചയ്ക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഈ രക്ഷിതാക്കൾക്ക് അവസരം കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ സ്വതന്ത്ര ചർച്ചകൾ നടക്കുമ്പോൾ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യാം, നവീകരിക്കപ്പെടാം. നമ്മൾ വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും വിദ്യാലയങ്ങളിൽ എത്രത്തോളം വർദ്ധിക്കുന്നു അത്രത്തോളം നമ്മൾ നവീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പവർ പോയിന്റ് പ്രസന്റേഷൻ വഴി നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു വർഷം നടത്തിയ പ്രവർത്തനങ്ങളെ അവിടെ അവരുടെ മുമ്പിൽ തെളിവുകളായിട്ട് കാണിച്ചു കൊടുക്കണം. നമ്മൾ റിപ്പോർട്ട് വാചികമായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതിനപ്പുറം നമ്മൾ എല്ലാ സ്കൂളിലും പ്രൊജക്ടും സൗകര്യങ്ങളും ഉണ്ട്. അത് അവർക്ക് നേരനുഭവം കിട്ടുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് പ്രസന്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ ആ ചർച്ചകൾക്ക് എല്ലാം കഴിഞ്ഞാൽ ആ ചർച്ചയിൽ അവിടെ വന്ന ആളുകൾ ഉന്നയിക്കുന്ന ഓരോ കാര്യവും PTA പ്രസിഡന്റും പ്രധാന അധ്യാപകനും എഴുതിയെടുക്കുകയും ആ എഴുതിയെടുത്തതിന് എല്ലാത്തിനും ഒന്നും വിടാതെ മറുപടി കൊടുക്കുകയും വേണം. അതിൽ ചിലപ്പോൾ നമ്മൾ ഏറ്റു പറയേണ്ട കാര്യങ്ങളുണ്ടാവും, ചിലപ്പോൾ നമ്മൾ തിരുത്തി പോകേണ്ടതുണ്ടാവും, ചിലപ്പോൾ അതിലേക്ക് അറിയാത്ത കാര്യങ്ങളുണ്ടാവും. അത് ഏത് തരത്തിലാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും, അതായത് രക്ഷിതാക്കൾ ഉന്നയിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായ മറുപടി PTA പ്രസിഡന്റും അതേപോലെ തന്നെ പ്രധാന അധ്യാപകനും നൽകേണ്ടതുണ്ട്. ഇതിനുശേഷം നമ്മുടെ ഭാവി പ്രവർത്തനങ്ങൾ എന്തൊക്കെ എന്നുള്ളതിനെ കുറിച്ചിട്ടും ഒരു PPT തയ്യാറാക്കിയിട്ട് നമ്മൾ അടുത്ത വർഷം എന്തിന്റെ രീതിയിലാണ് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു രൂപരേഖ എന്ത് ചെയ്യണം, രക്ഷിതാക്കൾക്ക് നൽകേണ്ടതുണ്ട്. വിലയിരുത്തലുകളും നിഗമനങ്ങൾ രൂപീകരിക്കലും അതിന്റെ ഭാഗമായിട്ടുള്ള തുടർ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യലും ചുമതല നൽകലും ചുമതല നൽകിയ ആളുകൾ അതിന് വേണ്ട രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുകയും എല്ലാം ചെയ്യുമ്പോൾ മാത്രമേ തീരുമാനങ്ങൾ നടപ്പിലാവുകയുള്ളൂ. തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതല്ല, ആ എടുത്ത തീരുമാനങ്ങൾ എന്തോ അത് കൃത്യമായി നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം PTA പ്രസിഡന്റിനും അതേപോലെ തന്നെ അവിടുത്തെ പ്രധാനാധ്യാപകനുമാണ്. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെ ഏറ്റവും യുക്തിപരമായി നടപ്പിലാക്കാൻ കഴിയുമെന്ന് നമുക്ക് ഉറപ്പുള്ള തീരുമാനങ്ങൾ മാത്രം എടുക്കുക. വലിയ വലിയ സ്വപ്നങ്ങളെ തീരുമാനങ്ങളാക്കി മിനിറ്റ്സ് ബുക്കിൽ എഴുതി വെച്ച് അത് അവിടെ വെറും ഒരു തീരുമാനമായി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. നമ്മുടെ വിദ്യാലയത്തിന്റെ പരിസ്ഥിതിയും വിദ്യാലയങ്ങളുടെ പ്രദേശത്തുള്ള രക്ഷിതാക്കളുടെ സാധ്യതകളും എല്ലാം കണക്കിലെടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ തീരുമാനങ്ങൾ എടുക്കാൻ. ആ തീരുമാനങ്ങളിൽ നടപ്പിലാക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുക. നമ്മുടെ വിദ്യാലയങ്ങളെ സംബന്ധിച്ചിടത്തോളം യോഗങ്ങൾക്കും വിലയിരുത്തലുകൾക്കും വിമർശനങ്ങൾക്കും സ്വയം വിമർശനങ്ങൾക്കും വലിയ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ നിരന്തര യോഗങ്ങൾ വിദ്യാലയങ്ങളിൽ ചേരുക എന്നുള്ളത് ഏതൊരു വിദ്യാലയത്തിന്റെയും വളർച്ചയുടെ തുടക്കമായി തന്നെ നമുക്ക് കാണാം. ഒരുപാട് യോഗങ്ങൾ വിദ്യാലയങ്ങളിൽ നടക്കട്ടെ. ഇന്ന് ഒരുപാട് സാധ്യതകളുണ്ട്. ആ സാധ്യതകളെല്ലാം ഉപയോഗപ്പെടുത്തി നടക്കട്ടെ. നല്ല യോഗങ്ങൾ ചേരുന്ന ഒരു വിദ്യാലയമായിട്ട് നമ്മുടെ വിദ്യാലയം മാറേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വരും കാലങ്ങളിലേക്കുള്ള മുന്നോട്ട് പോക്കിന് നിങ്ങളുടെ ആദ്യ യോഗത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.